ഹായ് ഓൾ, സജീർ ക്യൂ ടോക്സിൻ്റെ ആറാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ്സും ടെസ്റ്റിംഗ് ടൈപ്പും മെത്തഡോളജീസും ടെസ്റ്റിങ്ങിനെ മാനുവൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് കേസുകളെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടെസ്റ്റിംഗ് ഫീൽഡിലേക്ക് വരാൻ ഉള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ഇനി ഓട്ടോമേഷനും ടെസ്റ്റിങ്ങും മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസും ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എങ്ങനെ ഹൗ ടു മേക്ക് ആൻ എഫക്റ്റീവ് ടെസ്റ്റ് കേസ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് ടെസ്റ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ടെസ്റ്റ് പ്ലാൻ. ടെസ്റ്റ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ജനറൽ വൈസിൽ പറയുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മാനേജർമാർ, ടെസ്റ്റിംഗ് ലെവലിലുള്ള മാനേജർമാരാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പ്ലാൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതൊരു ഡോക്യുമെൻ്റാണ്. അതൊരു ഡോക്യുമെൻ്റായിട്ട് എന്താണ് നമ്മുടെ ടെസ്റ്റിംഗ് അപ്രോച്ച് അല്ലെങ്കിൽ എന്തൊക്കെ മെത്തഡോളജീസ് നമ്മൾ ടെസ്റ്റിന് യൂസ് ചെയ്യണം, നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക്, അതിൻ്റെ പ്രൊജക്റ്റ് ബേസ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റിംഗ് അപ്രോച്ച് അല്ലെങ്കിൽ മെത്തഡോളജീസ് യൂസ് ചെയ്യണമെന്ന് മാനേജർമാർ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതാണ് ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഏതൊക്കെ എൻവിറോൺമെൻറ്റാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എത്രയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ടെസ്റ്റിങ്, ആ പ്രൊജക്റ്റിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ടെസ്റ്റ് കേസാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഇത്. നോർമലി ടെസ്റ്റ് മാനേജർമാരാണ് ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ടെസ്റ്റ് കേസിലേക്ക് വരുമ്പോൾ ഈ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് വേറൊരു മീനിങ് കൂടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് മിക്ക കമ്പനീസും ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസിൽ അതിലൊരു ഹൈറാർക്കി ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലുള്ള ഹൈറാർക്കിയാണ് ഈ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടെസ്റ്റ് സ്യൂട്ടുകളും അല്ലെങ്കിൽ ടെസ്റ്റ് കേസിൻ്റെ കമ്പൈൻ ചെയ്ത ടെസ്റ്റ് സ്യൂട്ട് ഉണ്ടാകുന്നത് ഈ ടെസ്റ്റ് സ്യൂട്ടുകളുടെ ഒരു കോമ്പിനേഷനെ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഷ്വർ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു ടൂളുണ്ട്, അത് യൂസ് ചെയ്യുന്ന. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള നമ്മൾ ടെസ്റ്റ് കേസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഇതാണ് ക്രിയേറ്റ് എ ടെസ്റ്റ് പ്ലാൻ. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഹൈറാർക്കിയാണ്, മീൻസ് ഒരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിനുള്ളിലാണ് സത്യം പറഞ്ഞാൽ ടെസ്റ്റ് പ്ലാൻ. ഇപ്പോൾ മാനേജർമാർ ക്രിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് പ്ലാനിലും ടെസ്റ്റ് കേസസ് വരുന്നുണ്ട്. മീൻസ് അത് ഏറ്റവും ലാസ്റ്റ് ലെവലായിട്ടാണ്. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സാധനമാണ് ഈ ടെസ്റ്റ് പ്ലാൻ. അതിനുള്ളിലാണ് നമ്മൾ എഴുതുന്ന ടെസ്റ്റ് കേസൊക്കെ വരുന്നത്. ഈ ടെസ്റ്റ് പ്ലാൻ നോർമലി നമുക്ക് പറയാം ഒരു കോമ്പിനേഷൻ ഓഫ് ടെസ്റ്റ് സ്യൂട്ട്. അപ്പോൾ പല ടൈപ്പുള്ള ടെസ്റ്റ് സ്യൂട്ട് ഉണ്ട്. സ്റ്റാറ്റിക് ടെസ്റ്റ് സ്യൂട്ട്, റിക്വയർമെൻറ്റ് ബേസ്ഡ് ടെസ്റ്റ് സ്യൂട്ട്, ക്വറി ബേസ്ഡ് ടെസ്റ്റ് സ്യൂട്ട്. ഇത് സ്റ്റാറ്റിക് ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി മാനുവലി എഴുതുന്ന കുറച്ച് ടെസ്റ്റ് കേസിനെ മാനുവലായിട്ട് തന്നെ നമ്മൾ കമ്പൈൻ ചെയ്ത് വെക്കുന്നതാണ്. ഇനി റിക്വയർമെൻറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് കേസ് എഴുതി വെച്ചിരിക്കുന്നതിനെ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഈ ക്വറി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്വറി എഴുതാം, ഡാറ്റാബേസിലൊക്കെ ക്വറിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്വറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ എഴുതിയ ഒരു പർട്ടിക്കുലർ ടെസ്റ്റർ എഴുതിയ ആ ആളുടെ എഴുതിയ ടെസ്റ്റ് കേസ് മാത്രം നമുക്ക് ഒരുമിച്ചൊരു സ്യൂട്ടാക്കി വെക്കാം. അല്ലെങ്കിൽ ഇന്ന റിലീസിൽ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് മാത്രം ഒരു സ്യൂട്ട്, അങ്ങനെ ക്വറി ബേസ്ഡ് ടെസ്റ്റ് സ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ടെസ്റ്റ് സ്യൂട്ടുകൾ ഇതിനെ കമ്പൈൻ ചെയ്ത് വരുന്നതിനാണ് ഈ ഒരു ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതൊരു ജനറലി ഒരു ഡോക്യുമെൻ്റ് ആണ്. നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ എല്ലാ പ്ലാൻസും അല്ലെങ്കിൽ എന്തൊക്കെയോ എഴുതുന്ന മാനേജർമാർ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതിനുള്ള ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് നമ്മുടെ ടെസ്റ്റ് കേസ് എന്ന് വരുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളതാണ് ടെസ്റ്റ് സ്യൂട്ട്. അപ്പോൾ ഇതാണ് ഞാൻ രണ്ട് ഡെഫിനേഷനായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത്. ഇനി അടുത്ത ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് സ്യൂട്ട്. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് കേസസ് ആണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ടെസ്റ്റിംഗ് സെനാരിയോ, ഒരു സിംഗിൾ ടെസ്റ്റ് പ്ലാനിൽ ഉള്ള സെപ്പറേറ്റ് ടെസ്റ്റ് സെനാരിയോ ഒരു ഗ്രൂപ്പാക്കി വെക്കുന്ന ഇതിനാണ് ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രൂപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ആ ടൈപ്പുള്ള ടെസ്റ്റ് ഇന്ന ടെസ്റ്റ് സ്യൂട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ടെസ്റ്റ് സ്യൂട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ISTQB എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ഓർ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ എ സ്പെസിഫിക് ടെസ്റ്റ് റൺ. ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് കേസസ് എന്ന് പറയാം, ടെസ്റ്റ് പ്രൊസീജിയർ ഒരു സ്പെസിഫിക് ടെസ്റ്റ് റണ്ണിൽ റൺ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് പ്രൊസീജിയേഴ്സിനെ സെറ്റാക്കി വെക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പാക്കി വെക്കുന്നതിനാണ് ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് സ്യൂട്ട് നമുക്ക് ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ടെസ്റ്റ് കേസസ് കാറ്റഗറൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മളെ പ്ലാനിങ് അല്ലെങ്കിൽ അനാലിസിസ് നീഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ടെസ്റ്റ് സ്യൂട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോർ ഫീച്ചേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് വെച്ചിട്ടോ നമുക്ക് ടെസ്റ്റ് സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് സ്യൂട്ടിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന ആ ഫീച്ചറിനുള്ള ടെസ്റ്റ് കേസ് അല്ല ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ട്.
ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഏറ്റവും പുതിയൊരു പ്രൊഡക്റ്റിന് ഏറ്റവും പുതിയൊരു ഫീച്ചർ റിലീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ടെസ്റ്റ് സ്യൂട്ട് ആക്കുക, അല്ലെങ്കിൽ റിഗ്രഷൻ ടെസ്റ്റ് സ്യൂട്ട്. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ടെസ്റ്റ് ടൈപ്പിംഗ് പറഞ്ഞാണ്. എന്താണ് ഒരു ടെസ്റ്റിങ്ങിൽ പുതിയ ഫീച്ചർ റിലീസ് ചെയ്യുമ്പോൾ നിലവിലുള്ള അതിൻ്റെ പ്രൊഡക്റ്റിന് ഒരു കുഴപ്പമില്ലാതെ ചെയ്യുന്ന റിഗ്രഷൻ, അതാണ് നിലവിലുള്ള പ്രൊഡക്റ്റിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോർമലി ആ ടെസ്റ്റിങ്ങിനാണ് റിഗ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. നിലവിലുള്ള പ്രൊഡക്റ്റ് വർക്കിംഗ് പെർഫെക്റ്റ് ആണ്, പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലാത്ത എന്നുള്ള ടെസ്റ്റ്. അപ്പോൾ അതിപ്പോൾ നിലവിലുള്ള ഫീച്ചേഴ്സ് മീൻസ് ഓൾറെഡി അതിൽ ഉള്ള പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ എല്ലാം ഉള്ള ടെസ്റ്റ് കേസിന് നമുക്കൊരു സ്യൂട്ട് ആക്കി വെച്ചാൽ അതിനെ റിഗ്രഷൻ ടെസ്റ്റ് സ്യൂട്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ടെസ്റ്റ്. അതുപോലെ മാനുവൽ ടെസ്റ്റ് സ്യൂട്ട്, മാനുവലായിട്ട് മാത്രമേ ഈ കുറേ ടെസ്റ്റ് കേസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ മാനുവൽ ടെസ്റ്റ് സ്യൂട്ട് ആക്കി മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഓട്ടോമേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഓൾറെഡി വെച്ചിട്ടുള്ള ടെസ്റ്റ് സ്യൂട്ട് ആണെങ്കിൽ അതിനെ ഓട്ടോമേഷൻ ടെസ്റ്റ് സ്യൂട്ട് എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഒരു ടെസ്റ്റ് സ്യൂട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് കേസാണ്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഹൈറാർക്കിക്കൽ, ഏറ്റവും വലുതും ഏറ്റവും ചെറുതായിട്ടുള്ളതും നമ്മൾ പഠിക്കാൻ പോകുന്നതുമായിട്ടുള്ള ടെസ്റ്റ് കേസിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ടെസ്റ്റ് കേസസ്, അപ്പോൾ നമ്മളിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഒരു മാനുവൽ ടെസ്റ്ററായിട്ട് അല്ലെങ്കിൽ ബിഗിനർ ലെവലിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഹൗ ടു പ്രിപ്പയർ ആൻ എഫക്റ്റീവ് ടെസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോംഡ് ഓൺ എ സിസ്റ്റം ടു ഡിറ്റർമിൻ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ആൻഡ് ഫംഗ്ഷൻ കറക്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ റിക്വയർമെൻറ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷൻസിനെയോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി സെറ്റ് ഓഫ് ആക്ഷൻ പെർഫോംഡ്, അതിനെയാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ടെസ്റ്റ് കേസിലും നമുക്ക് കമ്പോണൻസ് ഉണ്ടാവും. കമ്പോണൻസ് മീൻസ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഇൻപുട്ട് ഉണ്ടോ, ഇൻപുട്ട് ഡേറ്റ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ആക്ഷൻ ചെയ്യേണ്ടത്, അതിൽ ആക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന നമ്മൾ റിസൾട്ട്, എന്നിട്ട് അതിൻ്റെ ആക്ച്വൽ എന്താണ് റിസൾട്ട്, അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഫീച്ചർ വർക്കിംഗ് പെർഫെക്റ്റ് ആണോ എന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാൻ വഴി. പിന്നെ ഒരു റൈറ്റിംഗ്, അപ്പോൾ ടെസ്റ്റ് കേസ് തന്നെ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും ഗുഡ് ടെസ്റ്റ് കേസ് ആയിരിക്കണം. റൈറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് എ ഗുഡ് ടെസ്റ്റ് കേസ് ensures that the system satisfies standards, guidelines and customer requirements. അപ്പോൾ ഈ ഒരു ഗുഡ് ടെസ്റ്റ് കേസ് എഴുതിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും എന്താണ്, ഈ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മീൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഷുർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ എന്തൊക്കെയോ മീൻസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്വാളിറ്റി, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു എറർ ഫ്രീ സോഫ്റ്റ്വെയർ ആയിരിക്കണം. അപ്പോൾ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഡിഫക്ട്സോ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ടെസ്റ്റ് കേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഫംഗ്ഷൻസ് വർക്കിംഗ് പെർഫെക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സെറ്റ് ഓഫ് ആക്ഷൻസിനാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് എ ഗുഡ് ടെസ്റ്റ് കേസ്? ഒരു ടെസ്റ്റ് കേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ എങ്ങനെ അതിനെ ഏറ്റവും നല്ലതാക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് കേസിനെ ഏറ്റവും നല്ലതാക്കി മാറ്റാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അറ്റോമിക്. അറ്റോമിക് എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട്. ആറ്റം മീൻസ് ടെസ്റ്റ് ഓൺലി വൺ തിങ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് കേസ് എഴുതുമ്പോൾ അത് അങ്ങ് നമ്മൾ ഏറ്റവും മുടിനാരിഴ കീറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അറിയുക അതിനെ നമ്മൾ ടെസ്റ്റ് കേസ് ആക്കി വേണം. നമ്മൾ ടെസ്റ്റ് കേസിൻ്റെ നമ്പേഴ്സ് കൂടും, പക്ഷേ ടെസ്റ്റ് ഓൺലി വൺ തിങ് അറ്റ് എ ടൈം, ഡു നോട്ട് ഓവർലാപ്പ്. നമ്മൾ ഒരു ഫംഗ്ഷനാണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ, അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് സെനാരിയോ അല്ലെങ്കിൽ റിക്വയർമെൻ്റ് ഒക്കെ കാണുമ്പോൾ വലിയ ഒരു ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ ഈച്ച് ആൻഡ് എവരി പാർട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരൊറ്റ ഫംഗ്ഷൻ അറ്റ് എ ടൈം, അങ്ങനെ അതാണ് ഇതിനെ അറ്റോമിക് എന്ന് പറയുന്നത്. അതിനുശേഷം എൻഷുർ ഓൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെനാരിയോസ്. ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ എടുത്തു, ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ എടുത്തു. അപ്പോൾ അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് സെനാരിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ലോഗിൻ, നെഗറ്റീവ് സെനാരിയോസ് എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് ആയിട്ടുള്ള ലോഗിൻ. അപ്പോൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി അടുത്ത് ഇതിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് നമ്മൾ ഒത്തിരി വലിയ ഹാർഡ് ഇതായിട്ടുള്ള ലാംഗ്വേജസോ അതൊന്നും ഉപയോഗിക്കരുത്, ആർക്കും മനസ്സിലാകണം. കാരണം ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവണം. സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ ഈ ടെസ്റ്റ് കേസിൻ്റെ ടൈറ്റിലൊക്കെ തന്നെ നമ്മൾ കൊടുക്കുന്നത് ആ ടൈറ്റിലിൽ നിന്ന് തന്നെ നമ്മൾ എന്തിനാണ് ആ ടെസ്റ്റ് കേസ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ചിലർക്കാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ടെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ടെസ്റ്റേഴ്സ് നമ്മളല്ലാതെ വേറെ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മീൻസ് ടെസ്റ്റ് എപ്പോൾ അവർക്ക് നോക്കേണ്ട പെട്ടെന്ന് അത് വായിക്കേണ്ട കാര്യമില്ല, തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈറ്റിൽ കൊടുക്കുന്നത് അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രിസൈസ് ആയിരിക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് നമ്മൾ പർപ്പസ്, ഈ ടെസ്റ്റ് കേസ് എന്തിനുള്ള പർപ്പസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ട്രേസബിൾ, ഇത് ക്യാൻ ട്രേസ് ടു റിക്വയർമെൻറ്റ് ട്രേസ് ചെയ്യാൻ ഇതിൽ നിന്ന് പറ്റണം. ഈ ടെസ്റ്റ് കേസ് എഴുതിയാൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ റിപ്പീറ്റബിൾ, ഈ സെയിം ടെസ്റ്റ് തന്നെ ഓവർ ആൻഡ് ഓവർ എന്ന രീതിയിൽ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് ഈ ഡേറ്റ ഡ്രിവൺ ടെസ്റ്റിംഗ് ഒക്കെയാണ്. കുറേ സെയിം ഡേറ്റ, ഇപ്പം നമുക്ക് സെയിം ടെസ്റ്റ് കേസ് തന്നെ ഡിഫറെൻറ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ട് വീണ്ടും ചെയ്യാൻ അങ്ങനെ ഓവർ ആൻഡ് ഓവർ ചെയ്യാൻ പറ്റണം. റീയൂസബിൾ, ഈ ടെസ്റ്റ് നമുക്ക്
വേറെ ഏതെങ്കിലും ഫീച്ചേഴ്സ് റിക്വയർമെൻറ്റ് വരുമ്പോൾ റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ റീയൂസബിളും ആക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ഏറ്റവും നല്ല രീതിയിൽ നമുക്കൊരു ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഒരു ടെസ്റ്റ് കേസിൻ്റെ സാമ്പിൾ ടെംപ്ലേറ്റ്, ഒരു ടെസ്റ്റ് കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഓരോ ടെസ്റ്റ് കേസിനും ഒരു ID ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ടൈറ്റിൽ ഉണ്ടാവും. പിന്നെ ID എന്ന് പറഞ്ഞാൽ അതിനൊരു നമ്മളൊരു യൂണിക് നമ്പർ കൊടുക്കും, പിന്നെ ടൈറ്റിൽ കൊടുക്കും, പിന്നെ പ്രിയോറിറ്റി. ഇതിന് പല പ്രിയോറിറ്റി സെറ്റ് ചെയ്യും, 1 2 3 അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആ ടെസ്റ്റ് കേസ് എന്ന് കാണിക്കാനാണ്. പിന്നെ ഡിസൈൻഡ് ബൈ, ആരാണ് ഈ ടെസ്റ്റ് ഡിസൈൻ ചെയ്തത്. എക്സിക്യൂട്ടഡ് ബൈ, ആരാണ് ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തത്. ഓട്ടോമേഷൻ ടൈപ്പ്, ഈ ടെസ്റ്റ് കേസ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മാനുവലായിട്ടാണോ അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെയൊക്കെയുള്ള ഇത്. പിന്നെ ടെസ്റ്റ് സമ്മറി മീൻസ് നമുക്കൊരു കുറച്ച് ഡിസ്ക്രിപ്ഷനായിട്ട് എന്തെങ്കിലും എഴുതാം. പിന്നെ റിലേറ്റഡ് ഐറ്റം, നമ്മൾ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ചെയ്യുമ്പോൾ ഇതിന് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്ന ഡിഫക്റ്റ് ഉണ്ടോ, അതിൻ്റെ ലിങ്ക്, ആ ഡിഫക്റ്റിൻ്റെ ലിങ്ക്. പിന്നെ അടുത്ത കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ടെസ്റ്റ് സ്റ്റെപ്സ്, അതിൽ പ്രീ കണ്ടീഷൻ. നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആക്ഷൻസിൽ വരുന്നതാണിത്. അതിൻ്റെ പ്രീ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഈ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷന് മുമ്പുള്ള പ്രീ കണ്ടീഷൻസ്, അതിനുശേഷമുള്ള ഫൈനൽ പോസ്റ്റ് കണ്ടീഷൻ. പിന്നെ നമ്മൾ എന്തൊക്കെ ഡേറ്റയാണ് പാസ് ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, ആക്ച്വൽ റിസൾട്ട് എന്താണ്, പിന്നെ ആ ടെസ്റ്റ് കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇത് പാസ്സാണോ ഫെയിലാണോ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ആഡ് ചെയ്യണം. പിന്നെ അറ്റാച്ച്മെൻറ്റ് നോർമലി ടെസ്റ്റ് കേസ് ഫെയിൽ ആണെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബേസിക് ടെസ്റ്റ് കേസിൽ. ഇതിൽ ഈ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂളുകൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ പലതിലും പേരുകൾ മാറ്റം വരാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിലപ്പോൾ ആഡ് ചെയ്യാം. പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഒരു ടെസ്റ്റ് കേസിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസൊക്കെ നമ്മൾ മീൻസ് എല്ലാം പെയ്ഡ് ടൂൾസാണ്, ഫ്രീ ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ചെറിയ കമ്പനീസോ അല്ലെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് എക്സലാണ്. മൈക്രോസോഫ്റ്റ് എക്സലാണ് ടെസ്റ്റ് കേസ് എഴുതാൻ. അത് സിമ്പിളായിട്ട് നമുക്ക് അതിൽ എക്സൽ എഴുതി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ടെസ്റ്റ് കേസ് ടെംപ്ലേറ്റിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സൽ എഴുതാം. അപ്പോൾ ഞാൻ എക്സലിൽ എഴുതിയ ഒരു ഡെമോ സൈറ്റിൻ്റെ കുറച്ച് ടെസ്റ്റ് കേസ് നിങ്ങളെ കാണിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെനാരിയോസ് ഞാൻ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ടെസ്റ്റ് കേസ് എഴുതി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഡെമോ സൈറ്റ്, sourcedemo.com. ഇതൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട്, ടെസ്റ്റ് ഡെമോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈറ്റാണ്. ഈ സൈറ്റിൻ്റെ കുറച്ച് ടെസ്റ്റ് കേസാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് സ്യൂട്ടിന് ഒരു പേര് കൊടുത്തു, സോഴ്സ് ഡെമോ റിഗ്രഷൻ സ്യൂട്ട്. ഇതാണ് നമ്മുടെ സൈറ്റ് മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. റിഗ്രഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ന്യൂ ഫീച്ചേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ നിലവിലുള്ള ആ ഫംഗ്ഷൻസ് വർക്കിംഗ് പെർഫെക്റ്റ് ആണോ എന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് കേസിന് ഞാൻ ജസ്റ്റ് TC001 എന്ന് കൊടുത്തു. ടെസ്റ്റ് കേസിന് ടൈറ്റിൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ തന്നെ ഉണ്ട്, എന്താണ്, വെരിഫൈ വാലിഡ് ലോഗിൻ, ഓട്ടോമേഷൻ നോട്ട് ഓട്ടോമേറ്റഡ് അല്ല, ഇത് മാനുവലാണ്. പിന്നെ സമ്മറി എന്ന് പറഞ്ഞിട്ട് വാലിഡ് ലോഗിൻ പ്രൊവൈഡഡ് വാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. അപ്പോൾ ഇതിൻ്റെ ലോഗിൻ ടെസ്റ്റാണ് യൂസർ നെയിം പാസ്വേഡ്. പ്രയോറിറ്റി ചെയ്ത് ഇത് ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ്. ഇത് ഡിസൈൻ ബൈ എൻ്റെ പേര് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്. ഇപ്പോൾ തൽക്കാലം ഇതിന് ഡിഫക്ട്സ് ഒന്നും നമുക്കില്ല, അതുകൊണ്ട് അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് കേസ് ടൈറ്റിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് നമ്പർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, നമ്മൾ ഡേറ്റ എന്തെങ്കിലും പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ട്, പിന്നെ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഉണ്ട്, ആക്ച്വൽ റിസൾട്ട് ഉണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്, പിന്നെ കമൻറ്റ്സ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്. അതിൽ ഫസ്റ്റ് ലോഞ്ച് ആപ്ലിക്കേഷൻ, അത് ഓൾറെഡി ഇവിടെ നടന്നു കഴിഞ്ഞു. നമ്മൾ ആപ്ലിക്കേഷൻ ലോഞ്ച് ആവുന്നുണ്ട്, സക്സസ് ആണ്. ആ ഒരു ഇത് സക്സസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇവിടെ പാസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എൻ്റർ യൂസർ നെയിം. നമ്മൾ ഇത് ടെസ്റ്റ് ഡേറ്റയാണ്. ഈ വാല്യൂ ആണ് നമ്മൾ യൂസർ നെയിമിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂസർ നെയിം ഞാൻ ഇവിടെയൊക്കെ എൻ്റർ ചെയ്തു. ഇനി അടുത്തത് പാസ്വേഡ്. പാസ്വേഡിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചിലത് ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ ഡെമോ സൈറ്റ് ആയതുകൊണ്ടാണ് പാസ്വേഡ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ അടുത്ത അത് നമുക്ക് ഏബിൾ ടു എൻ്റർ പാസ്വേഡ്, ഇത് ഡിസേബിൾ ഒന്നുമല്ല. അങ്ങനെ യൂസർ നെയിം എൻ്റർ ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു. അപ്പോൾ ഇതെല്ലാം എന്താണ്, പാസ്സാണ്. ഓക്കെ, പാസ്സാണ്. ഇനി അടുത്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ലോഗിൻ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു കണ്ടോ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഏതിലേക്ക് വന്നു? ഇതിന് ഇൻവെൻട്രി പേജിലേക്കാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതും ലോഗിൻ ബട്ടൺ ക്ലിക്കായി, അത് പാസ്സായി. എന്നിട്ട് ലാസ്റ്റാണ് നമ്മുടെ പോസ്റ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഇത് ഒബ്സർവ് നാവിഗേഷൻ ടു ഇൻവെൻട്രി പേജ് ഓപ്പൺ ചെയ്യാൻ പറ്റി, ഏബിൾ ടു ഓപ്പൺ. അത് എന്താണ്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ആ പേജ് ഓപ്പൺ ആയി. അപ്പോൾ ഈ ടെസ്റ്റ് കേസ് എന്താണ്, പാസ്സായി. ഓക്കെ, അപ്പം ഈ ഒരു ടെസ്റ്റ് കേസ് നമുക്ക് എന്തായി, പാസ്സായി. അപ്പം
ഫസ്റ്റ് ടെസ്റ്റ് കേസ് നമുക്ക് അപ്പോൾ ഇത്രയും സ്റ്റെപ്സിൽ നിന്നും ഈ ഒരു ടെസ്റ്റ് കേസ് എന്തായി പാസ്സായി. ഇപ്പോൾ കമൻസ് നമ്മൾ തൽക്കാലം എഴുതുന്നില്ല. എന്തെങ്കിലും കമൻസ് എന്തെങ്കിലും നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടുപിടിക്കും, എന്തെങ്കിലും കമൻസ് അല്ലെങ്കിൽ അറ്റാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്യാം, അത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് കേസ് നമ്മുടെ പാസ്സായിരിക്കുകയാണ്, വെരിഫൈ വാലിഡ് ലോഗിൻ. ഇനി അടുത്തേ, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് ചെയ്യുമ്പോൾ എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെസ്റ്റ് സെനാരിയോസ് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് കേസ് ആക്ച്വലി ഒരു നെഗറ്റീവ് ടെസ്റ്റ് കേസാണ്. വെരിഫൈ ഇൻവാലിഡ് ലോഗിൻ വിത്ത് ഇൻവാലിഡ് പാസ്വേഡ്. ഇൻവാലിഡ് ലോഗിൻ ടെസ്റ്റാണ്. അത് ഇൻവാലിഡ് പാസ്വേഡ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. അത് ഇൻവാലിഡ് ലോഗിൻ ടെസ്റ്റ് പ്രൊവൈഡ് ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് ഇൻവാലിഡ് പാസ്വേഡ്. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നു, അതെന്തായാലും പാസ്സാണ്. പിന്നെ യൂസർ നെയിം അതിന് ശേഷം ഈ യൂസർ നെയിം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പിന്നെ അടുത്തൊരു പാസ്വേഡാണ്. പാസ്വേഡും നമ്മളൊരു ഒരു റോങ് പാസ്വേഡ് കൊടുക്കുക, ഇൻവാലിഡ് പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു എറർ വന്നു. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് കേസിലേക്ക് നോക്കുക, നമ്മൾ ഇൻ്റർ പാസ്വേഡ്, ഇത് പാസ്സായി. ഇത് നെഗറ്റീവ് ടെസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കൽ നെഗറ്റീവ് ടെസ്റ്റ് കേസ് ഇത് ഫെയിൽ ആവണം, ഇത് ഫെയിൽ ആവുമല്ലോ. ക്ലിക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റി. എന്നിട്ട് എന്താണ്, ഈ ടെസ്റ്റ് കേസും പാസ് തന്നെയാണ്, ഫെയിൽ അല്ല. അപ്പോൾ എന്താണ് നമ്മളിവിടെ വെരിഫൈ ചെയ്യുന്നത്, എറർ മെസ്സേജ് ഡിസ്പ്ലേ ആയോ. അപ്പോൾ ആ എറർ പാസ്വേഡ് ഡു നോട്ട് മാച്ച് എനി യൂസർ ഓഫ് ദ സർവീസ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, ആ എറർ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻവാലിഡ് ലോഗിൻ ടെസ്റ്റ് പ്രൊവൈഡഡ് വിത്ത് ഇൻവാലിഡ് യൂസർ നെയിം. ഓക്കെ, ഇൻവാലിഡ് യൂസർ നെയിമാണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സജീർ. ഓക്കെ ആണ്. എന്നിട്ട് ഈ ഒരു സംഭവം ഇതേപോലെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ യൂസർ നെയിം നമ്മൾ തെറ്റിച്ച് കൊടുക്കുമ്പോൾ എന്താണ്, അവിടെ ഈ സെയിം തന്നെ എറർ വരികയാണ്, അപ്പം യൂസർ നെയിം ഒരു പാസ്വേഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു മൂന്നാമത്തെ ടെസ്റ്റ് കേസ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് സെനാരിയോസ് 2 കവർ ചെയ്തു. അപ്പോൾ ഇതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, സ്റ്റാറ്റസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഇത് പാസ് എല്ലായിടത്തും നമുക്ക് എഴുതാം. എല്ലായിടത്തും ഈ ടെസ്റ്റ് കേസ് നമുക്ക് പാസ്സായതായി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ അടുത്തൊരു ടെസ്റ്റ് കേസ് പ്രൊഡക്റ്റ് ഡിസ്പ്ലേഡ് ഇൻ ഇൻവെൻ്ററി പേജ്. ഓക്കെ, പ്രൊഡക്റ്റ് ഡിസ്പ്ലേഡ് ഇൻ ഇൻവെൻ്ററി പേജ് മീൻസ് നമ്മളിത് ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യണം, യൂസർ നെയിം എൻ്റർ ചെയ്യണം, മീൻസ് ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രീ കണ്ടീഷൻസ് ആണ്. പാസ്വേഡ് എൻ്റർ ചെയ്യണം, ലോഗിൻ ചെയ്യണം, നാവിഗേഷൻ ടു ഇതിലേക്ക് പോകണം. അപ്പോൾ ഇത് ലോഗിൻ ചെയ്തു, സ്റ്റാൻഡേർഡ് യൂസർ സീക്രട്ട് സോഴ്സ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ലോഗിനായി. അപ്പോൾ എന്താണ് ഇത് നോക്കേണ്ടത്, നമ്മുടെ ഇതിലേക്ക് പ്രൊഡക്റ്റ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് കേസ് എന്താണ്, ഫുള്ള് പാസ്സാണ്. ഇനി അടുത്തൊരു ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഇൻവെൻ്ററി പേജിൽ നിന്നും ആഡ് ടു കാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് അടുത്ത ആ ടെസ്റ്റ് കേസിൻ്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു, യൂസർ നെയിം എൻ്റർ ചെയ്ത്, പാസ്വേഡ് എൻ്റർ ചെയ്ത്, ക്ലിക്ക് ലോഗിൻ, ഇൻവെൻ്ററി പേജ്, നാവിഗേഷൻ ഒബ്ജക്ട്, പ്രൊഡക്റ്റ് ഡിസ്പ്ലേഡ്. അവിടെ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾ കൊടുത്തേക്കാണ്, സോഴ്സ് ലാവ് ബാക്ക് പാക്ക്, അതവിടെ എൻ്റർ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ആഡ് ടു കാർട്ട് ബട്ടൺ എനേബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ബട്ടൺ ഇവിടെ എനേബിൾ ആണ്, ഡിസേബിൾ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അതും പാസ്സാണ്. ദെൻ ഇത് ആഡ് ടു കാർട്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ക്ലിക്കായി. ഓക്കെ, ദെൻ പിന്നെ നോക്കേണ്ടത് ഒബ്സർവ് 1 ഡിസ്പ്ലേ ഇൻ കാർട്ട് ഐക്കൺ ഇൻ ദ ടോപ്പ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടാണ് കാർട്ട് ഐക്കൺ, ഇവിടെ 1 ഡിസ്പ്ലേ ആയിട്ടുണ്ട്, അതും പാസ്സാണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ക്ലിക്ക് കാർട്ട് ഐക്കൺ ഓൺ ദ ടോപ്പ്, അവിടേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ പേജിലേക്ക് എത്തി, നാവിഗേഷൻ ടു കാർട്ട് പേജ്, ഇൻവെൻ്ററി പേജിലേക്ക്, ആ പേജിലേക്ക് എന്ത് ചെയ്തു, നാവിഗേറ്റായി. അതിനുശേഷം പ്രൊഡക്റ്റ് ആഡഡ് ഇൻ കാർട്ട്, അവിടെ പ്രൊഡക്റ്റ് ആഡഡ് ആയിട്ടുണ്ട്, ഇവിടെ സോഴ്സ് ലാബ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ആസ് ആഡഡ് ടു കാർട്ട്, അത് ആണ്. അപ്പോൾ ഈ ടെസ്റ്റ് കേസ് നമുക്ക് എന്താണ്, പാസ്സായി.
അപ്പോൾ ഇത് ഒരു വലിയൊരു ടെസ്റ്റ് കേസാണ്. ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് കേസും നമുക്ക് എന്തായിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലെ സിമ്പിളായിട്ടുള്ളൊരു 4 ടെസ്റ്റ് കേസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വാലിഡ് ലോഗിന്, ഇൻവാലിഡ് ലോഗിൻ വിത്ത് ഇൻവാലിഡ് പാസ്വേഡ്, ഇൻവാലിഡ് ലോഗിൻ വിത്ത് ഇൻവാലിഡ് യൂസർ നെയിം, പിന്നെ 5 ടെസ്റ്റ് കേസ് ഉണ്ട്. പ്രൊഡക്റ്റ് ഡിസ്പ്ലേ, ഇൻവെൻട്രി പേജിലെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ, ദെൻ ആഡ് ടു കാർട്ട്, ഇൻവെൻട്രി പേജിലെ ആഡ് ടു കാർട്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റെപ്സ് ആയിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിൻ്റെ എൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ആ ഗൂഗിൾ ഡ്രൈവിലേക്കുള്ള ഡൗൺലോഡ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നിന്നും വേണമെങ്കിൽ കൂടുതൽ ടെസ്റ്റ് കേസുകൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റ് സെനാരിയോസ് തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതിൽ വെച്ചിട്ട് ടെസ്റ്റ് കേസ്, ഇപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജിലേക്കൊരു നാവിഗേറ്റ് ചെയ്യുക. നാവിഗേഷൻ ടു പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേജിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിലേക്ക് ഈ ഒരു പേജ്, എന്നിട്ട് അത് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ആഡ് ടു കാർട്ട് പെർഫോം, ഇവിടെ ഓൾറെഡി ഇത് ആഡ് ടു കാർട്ടാണ്, ഇത് നമുക്ക് റിമൂവ് ചെയ്തേക്കാം. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പേജ് പോയിട്ട് ഇവിടുന്ന് ആഡ് ടു കാർട്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതാണ് അടുത്തൊരു സ്റ്റെപ്പ് പറയുന്നത്. പിന്നെ ചെക്കൗട്ട്, പ്രൊഡക്റ്റിൻ്റെ ചെക്കൗട്ട്, ഇത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഈ ഒരു പേജിലേക്ക് എത്തുന്നുണ്ടോ? അതിന് ശേഷം പ്രൊഡക്റ്റ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ പറ്റും. ദെൻ ഉള്ള ഒരു സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് മോർ ദാൻ 1 പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെയാണ് ചെയ്തത്, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്താലുള്ള ഒരു ടെസ്റ്റ് സെനാരിയോ. അപ്പോൾ ഇത്രയും ടെസ്റ്റ് സെനാരിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു പർട്ടിക്കുലർ സെനാരിയോസ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾക്കായിട്ട് തന്നെ ചെയ്യാം. ഞാൻ എടുത്ത ഈ ഒരു എക്സലിൻ്റെ ബാക്കിയായിട്ട് തന്നെ നിങ്ങൾ ഈ ടെസ്റ്റ് കേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു ടെസ്റ്റ് കേസുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾ ടെസ്റ്റ് കേസുകൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീൻസ് ഇപ്പം ഇതിൽ സ്പെല്ലിങ് ചെക്ക് ചെയ്യണം, നമ്മൾ എഴുതുന്ന സമ്മറി ഒക്കെ എല്ലാം കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയതൊക്കെ റിവ്യൂ ചെയ്യണം, നമ്മൾ എഴുതിയൊക്കെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യണം. അതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മളിത് ഈ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് എക്സിക്യൂട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് കേസ് എഴുതിയിട്ട് പിന്നാണ് ടെസ്റ്റ്, അപ്പോഴാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്, പാസ് ഓർ ഫെയിൽ അതിൻ്റെയൊക്കെയുള്ള, പിന്നെ ടെസ്റ്റ് എക്സിക്യൂട്ടഡ് ബൈ എന്നുള്ള അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തുള്ള നിരവധി വീഡിയോകളുണ്ടാവും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.